Welcome dear students. So in this video session we are going to start our new chapter, the laws of motion. In the previous sessions I think we have discussed about the previous numericals of the last chapter, and I think all of you have understood the topics and portions are clear for you. None of you have asked any doubts, so I don't think you have any doubts. The portion is clear. If you have any further doubts on that particular topic or related to any numerical solutions, you can contact me. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ലെന്ന് കരുതിക്കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അടുത്ത ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പെൻഡിങ് ഇട്ടേക്കാണ്, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കായ ലോസ് ഓഫ് മോഷനിലേക്കാണ് പോകുന്നത്. സോ ഈ ചാപ്റ്റർ മോഷൻ. സോ ഫസ്റ്റ് നോയിങ് വാട്ട് ഇസ് മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ്. എന്താണ് മോഷൻ? എന്താണ്? സോ യു നോ വാട്ട് ഇസ് മോഷൻ എന്താണ്? ഇഫ് എ ബോഡീസ് പൊസിഷൻ ഈസ് കീപ് ഓൺ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ്, അതായത് ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് ഒരു ബോഡിയുടെ പൊസിഷൻ കീപ്സ് ഓൺ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഒരു ഒബ്സർവറെ ബേസ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ബോഡി മോഷനിലാണെന്ന് പറയാം. എന്നാൽ അതിന്റെ പൊസിഷൻ ഒരു ഫിക്സഡ് പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുന്നു, എന്റെ ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചോ അല്ലെങ്കിൽ എന്താണ് എന്റെ സറൗണ്ടിങ്സ് അനുസരിച്ചോ എന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ യു ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഐ ആം ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഞാൻ ഒരു റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെന്ന് പറയാം. സോ അതാണ് മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ബോഡിയുടെ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ എന്നുള്ള സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബോഡി ഒരു റെസ്റ്റിലിരിക്കുന്നു അല്ലെങ്കിൽ മോഷൻ എന്നുള്ള ആ ഫിസിക്കൽ സ്റ്റേറ്റ് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാറുണ്ടോ? ഉണ്ട്. അത് എപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ചേഞ്ച് ചെയ്യപ്പെടണമെങ്കിൽ ആര് വരണം? ഒരാൾ അവതരിക്കണം. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് വാട്ട് ഇസ് വി കോൾ ഫോഴ്സ്. എന്താണ്? ഫോഴ്സ് വേണം അല്ലെ? ഒരു ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വി നീഡ് ഫോഴ്സ്. സോ എന്താണ് ഫോഴ്സ്? A force is a physical force which changes the state of rest or motion of a body. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ മോഷനെ ചേഞ്ച് ചെയ്യുന്ന എന്താണോ അതാണ് എന്ത് പറയുന്നത്? ഫോഴ്സ്. A force is something that which changes the size or shape of a body. എന്താണ്? ഏതൊരു വസ്തുവിന്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പിനെ ചേഞ്ച് ചെയ്യുന്ന എന്താണോ, എന്ത് അപ്ലൈ ചെയ്യുമ്പോഴാണോ ഒരു വസ്തുവിന്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്, അതിനെ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് എന്ന് പറയാം. സോ ഫോഴ്സ് എന്താണ്? ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യണം. സംതിങ് വിച്ച് കോസസ് which changes a physical cause, അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ്. അപ്പോൾ ഒരു ബോഡിയെ റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ്. ഓർ അവിടെ എന്താണ്? മോഷൻ എന്നുള്ള സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ഡയറക്ഷൻ ഓഫ് മോഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓൾസോ. ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓൾസോ. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സൈസ് ഓഫ് ഷേപ്പ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ സൈസിനെയോ ഷേപ്പിനെയോ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് എന്ന് പറയാം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഫോഴ്സ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് തന്നെ എന്താണ്? രണ്ടു തരത്തിലുണ്ട്. They are called classified into one contact force and another one is non-contact force. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ആ പേരിൽ തന്നെയാണ്, നെയിം മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ അവിടെ തന്നെ ഉണ്ട് കോണ്ടാക്ട് ഫോഴ്സ്. അതായത് ഒരു ബോഡിയിൽ ഒരു കോസ്, ഫിസിക്കൽ കോസ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്താണ്? ഒരു കോണ്ടാക്ട് ഉണ്ടാകണം. ടു ബോഡീസ് ഇടയ്ക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫോഴ്സിന്റെ എഫക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സച്ച് ഫോഴ്സ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് കോണ്ടാക്ട് ഫോഴ്സ്. അവയെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ആസ് കോണ്ടാക്ട് ഫോഴ്സ്. ഒരു പെൻ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഒരു റിമൂവർ ഞാൻ ഹോൾഡ് ചെയ്യുന്നു, ഇതെന്താണ്? ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദർ ഇസ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു ബോഡീസ്. രണ്ട് ബോഡീസിനിടയ്ക്ക് ഒരു കോണ്ടാക്ട് ഉണ്ട്. നോക്കുക, ഈ ഒരു ബോഡിക്ക് എന്തുണ്ട്? ആസ് ഇറ്റ് ഹാസ് സർട്ടൻ മാസ് ആൻഡ് ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി ഇറ്റ് ഹാസ് എ സർട്ടൻ വെയിറ്റ് അല്ലെ? ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് വിച്ച് വി കോൾ ആസ് ദി വെയിറ്റ്. എന്താണ്? ഒരു വെയിറ്റ് ഉണ്ട്. ഈ ബോഡി എനിക്ക് ഈ രീതിയിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ സർട്ടൻ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദിസ് ബോഡി. ഈ ബോഡിക്ക് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നോടെ ഇവിടെ എന്താണ്? ഹോൾഡ് ദിസ് ബോഡി, ഐ എം അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദിസ് ബോഡി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് കോണ്ടാക്റ്റിലാണ്. ഞാൻ ഇതിന്റെ വായുവിൽ നിർത്തിയ കോണമല്ല, ഇതെന്റെ കയ്യിലാണ് നിൽക്കുന്നത്. സോ ദർ ഇസ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ ദിസ് ബോഡീസ്. അതുപോലെ തന്നെ ഈ ബോഡിനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ്? എനിക്ക് സ്മൂത്ത് ആയിട്ട് ഇതിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല, മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. ഇത് റേസ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ ഐ അപ്ലൈ എ സർട്ടൻ ഓപ്പോസിംഗ് ഫോഴ്സ്. എന്താണ്? എക്സേർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഒപ്പോസിംഗ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. And that opposing force is what we call the friction. Friction is a force which opposes the relative motion between two surfaces. അതായത് രണ്ട് സർഫസുകൾക്കിടയിലുള്ള റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്നു. സോ ദർ ഷുഡ് ബി എ കോണ്ടാക്ട്. അവിടെ എന്ത് വേണം? കോണ്ടാക്ട് വേണം. അപ്പോൾ അതെന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സപ്പോസ് നമ്മളൊരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? തൂക്കിയിടുക, സസ്പെൻഡ് ചെയ്യുകയാണ്. സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ദർ ഇസ് എ കോണ്ടാക്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നു. സോ ദർ ഇസ് ഓൾസോ എ കോണ്ടാക്ട്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ കോണ്ടാക്ട് ഫോഴ്സസ്. എന്നാൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ പലപ്പോഴും എന്തുണ്ട്? ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം മാഗ്നറ്റിക് ഫോഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കേസ്, ഇതെന്താണ്? പെയർ ഓഫ് എന്താണ്? ഒരു ഇയർഫോൺ ആണ്. സോ ഇതെന്താണ്? ഹോൾഡ് ചെയ്യുന്ന എന്താണ്? ഒരു മാഗ്നറ്റ് ആണ്. ദിസ് ഐ ക്യാൻ എന്താണ്? ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒരു അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കാം, ശ്രദ്ധിക്കാം. ജസ്റ്റ് ഇതിനെ കൊണ്ടുവരുന്നു, ഒരു പതിവ് കഴിഞ്ഞാൽ എന്താണ്? കൂട്ടിമുട്ടുന്നു. ഇവിടെ ഞാൻ ഇതിനെ തമ്മിൽ കോണ്ടാക്ടിലേക്ക് വരുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നത്? വെരി അട്രാക്റ്റഡ് ആവും. സോ ദർ ഇസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഈസ് നോട്ട് എ കോണ്ടാക്ട് ആണ്. ഇവിടെ എന്താണ്? കോണ്ടാക്ട് ഇല്ല. അവിടെ എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അവിടെ രണ്ട് വസ്തുക്കൾ ചേർന്ന് കൂട്ടിമുട്ടണമെന്നില്ല. there should not be a physical contact. അവയ്ക്കിടയിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വേണമെന്നില്ല. അല്ലാതെ തന്നെ അവിടെ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് ഫോഴ്സ് ഇസ് കോൾഡ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇപ്പോൾ കാണിച്ച മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് രണ്ട് ഇലക്ട്രിക് ചാർജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് കേസ് നോർത്ത് പോൾ, യു ഹാവ് ഓൾറെഡി നോ അബൌട്ട് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. മാഗ്നറ്റിക് കേസ് ഒക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ അവിടെ ഇപ്പോൾ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. സോ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം മാഗ്നറ്റിക് ഫോഴ്സ്, then electrostatic force, then gravitational force. ഇനി ഏതൊരു ഉദാഹരണം കൂടെ പറയാം. നമുക്കൊരു ഉദാഹരണം കൂടെ പറയാം. മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത്രയും തന്നെയാണ് മെയിൻ ആയിട്ടുള്ള എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഈ യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് ബോഡീസിനിടയ്ക്കുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു മാങ്ങ നിൽക്കുന്നു, ഈ എർത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ ഫോഴ്സ് ബോഡി അട്രാക്ട് ചെയ്യുന്നു. പക്ഷേ അവിടെ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഇത് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നേരെ സർഫസിലേക്ക് വീഴും. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട്, ബട്ട് അതെന്താണ്? വീക്ക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് പോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പോലെ നമുക്കൊരു ഹയർ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് അല്ല. ഇറ്റ്സ് എ വീക്ക് ഫോഴ്സ്, ബട്ട് ദർ ഇസ് എ ഫോഴ്സ്. അവിടെ എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ കോണ്ടാക്ട് ഉണ്ട്. അതെന്താണ്? ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. ദാറ്റ്സ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എന്താണ്? ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് പറയുന്നത് അതല്ല. ഓക്കെ, ഇതുപോലെ തന്നെ ഈ കോണ്ടാക്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ കേസിൽ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സിന്റെ എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ പറഞ്ഞാൽ ഇവയ്ക്കിടയുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അതായത് ഇവയ്ക്കിടയുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, രണ്ട് ബോഡി കോണ്ടാക്റ്റിൽ വരണമെന്നില്ലെങ്കിൽ പോലും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ ബോഡീസ് ആർ സെപ്പറേറ്റ് ബൈ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹ്യൂജ് സെപ്പറേഷൻ, വലിയൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ഫോഴ്സ് എന്തായിരിക്കും? വളരെ മിനിമം ആയിരിക്കും. ആസ് ദേ കം ക്ലോസർ ആൻഡ് ക്ലോസർ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ദ റിപ്പൽഷൻ ബൈ ദ വേ വാട്ട് എവർ ബി, എന്താണ്? ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഈസ് എ ഡിപ്പെൻഡിങ് ഫാക്ടർ. അവിടെ എന്താണ്? അവയ്ക്കിടയിലുള്ള സെപ്പറേഷൻ, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇസ് എ ഫാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്ട് ഫോഴ്സുകളുടെ കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം ഞാൻ ഈ ബോർഡിൽ എഴുതണമെന്ന് നിർബന്ധമില്ലല്ലോ. ഫോഴ്സ് എക്സെപ്റ്റ് ഡ്യൂ ടു കൊളിഷൻ, കോണ്ടാക്ട് ഫോഴ്സ് ഒരു ബോഡി ഹോൾഡ് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ബോഡി സസ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന എന്താണ്? ടെൻഷൻ ആണ്. ദ ഫോഴ്സ് ആക്ടിങ് എന്റെ ബോഡി സസ്പെൻഡഡ്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ പറയും ടെൻഷൻ. ടെൻഷൻ നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്ന BP ടെൻഷൻ, ആ ടെൻഷൻ അല്ല. ദിസ് ടെൻഷൻ ഫോഴ്സ്. ടെൻഷൻ ഫോഴ്സ് ഇറ്റ് ഇസ് എ ഫോഴ്സ് ആക്ടിങ് എന്റെ ബോഡി സസ്പെൻഡഡ്. ഒരു ബോഡി സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂക്കിയിടുക. തൂക്കിയിടുമ്പോൾ എന്താണ്? ആ സ്ട്രിങ്ങിലോ അല്ലെങ്കിൽ ചെയിനിലോ വാട്ട് എവർ മെറ്റീരിയൽ വി ആർ യൂസ് ടു സസ്പെൻഡ് ദാറ്റ് ബോഡി, ആ പർട്ടിക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് റെസ്പെക്റ്റീവ് ടു ദ വെയിറ്റ് ഓഫ് ദി ബോഡി, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആ ബോഡിയുടെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ട് ആ സസ്പെൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത ആ എന്താണ്? അയൺ ചെയിനോ അല്ലെങ്കിൽ എന്താണ്? സാധാ ടോയിനോ വാട്ട് എവർ ബി ദ ബോഡി ഇസ് യൂസ്ഡ് ടു സസ്പെൻഡ് ദാറ്റ് പർട്ടിക്കുലർ ബോഡി, ആ ബോഡിയുടെ വെയിറ്റിന്, ആ സസ്പെൻഡിങ് ബോഡിയുടെ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ടെൻഷൻ കുറവാണെങ്കിൽ, ടെൻഷൻ കൂടുതലാണെങ്കിൽ സപ്പോസ് ദ ഫോഴ്സ് ഇസ് ഹയർ, എന്താണ്? സംടൈംസ് ദ ബോഡി അല്ലെങ്കിൽ ആ ചെയിൻ എന്ത് ചെയ്യാൻ? ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് പറഞ്ഞു, നോർമൽ ഫോഴ്സ് പറഞ്ഞു, ടെൻഷൻ ഫോഴ്സ് പറഞ്ഞു. ഇത്രയുമാണ് എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സിനെ പറ്റി പറയുന്നത്. സോ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. സോ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കിടക്കുന്നത്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു ദ ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദി ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ ആക്ച്വൽ കണ്ടന്റ് ദാറ്റ് ആർ ദി ലോസ് ഓഫ് മോഷൻ, അല്ലെ? ചലന നിയമങ്ങൾ.
ഈ ചലന നിയമങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലോസ് ഓഫ് മോഷൻ വിച്ച് ഈസ് എന്താണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആപ്പിൾ തലയിൽ വീണ് മരിച്ചു പോയില്ല. ആപ്പിൾ തലയിൽ വീണ് എന്താണ്? ലോകത്തിന് പുതിയൊരു ഫിസിക്സിന്റെ ഒരു മേഖലയാണ് ഗ്രാവിറ്റേഷനെ പറ്റി പറഞ്ഞു തന്ന ഐസക് ന്യൂട്ടനെയാണ് ഓർമ്മ വരുന്നത്. ഐസക് ന്യൂട്ടന്റെ 3 ലോസ് ആണ് നിങ്ങൾക്ക് ഓർമ്മ. ഏതൊക്കെയാണ് ഐസക് ന്യൂട്ടന്റെ? എന്താണ് നിങ്ങൾക്കറിയാം? ഏതൊക്കെ ലോസ് ആണ്? ഫസ്റ്റ് ലോ അല്ലെ? ഫസ്റ്റ് ലോ, രണ്ടാമത്തെ ലോ എന്താണ്? സെക്കൻഡ് ലോ, പിന്നെ എന്താണ്? മൂന്നാമത്തെ ലോ എന്താണ്? തേർഡ് ലോ അല്ലെ? ഈ 3 ലോസ് എന്തൊക്കെയാണ് ഇതുപോലെ പറയാം. ഇതിൽ ഏറ്റവും നിങ്ങൾ എളുപ്പത്തിൽ പറയുന്ന ഒരു ലോ ഉണ്ട് അല്ലെ? നിങ്ങൾ എളുപ്പം വേഗത്തിൽ പറയും. തേർഡ് ലോ പറയും അല്ലെ? തേർഡ് ലോ പറയും. എന്താണ്? എവരി ആക്ഷൻ ഹാസ് ദേർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ്. അത് നിങ്ങൾക്ക് അറിയാം. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ലോസ് ആണെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ, തേർഡ് ലോ ഇമ്പോർട്ടൻസ്, തേർഡ് ലോ വളരെ ഇമ്പോർട്ടൻസ്, ഒരുപാട് ഇമ്പോർട്ടൻസ് ആപ്ലിക്കേഷൻ ഉള്ള തേർഡ് ലോ. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ലോസ് ആണ്. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും 2 ലോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതോടെ ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്, അത് പിന്നീട് ഞാൻ സ്കൂൾ ഓർക്കുമ്പോഴത്തേക്ക് പറയാം. സോ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഈ ഫസ്റ്റ് ലോ എന്താണ്? ഫസ്റ്റ് ലോ പറയുന്നത് മുമ്പ് നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയും മോഷനെയും പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു ബോഡി ഇപ്പോൾ ഒരു ഫിക്സഡ് പൊസിഷനിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫിക്സഡ് പൊസിഷനിൽ ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ ഈ ബോഡി ഇപ്പോൾ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തടത്തോളം കാലം എന്തായിരിക്കും? ഒരിടത്ത് നിങ്ങൾ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു പെന്നോ വെച്ചിരിക്കുന്നു, നിങ്ങൾ അത് വന്ന് എടുത്തു മാറ്റാത്തടത്തോളം കാലം, അല്ലെങ്കിൽ വേറൊരു എന്താണ് നാച്ചുറൽ ഫിനോമിന എന്തെങ്കിലും ഒരു എർത്ത്ക്വേക്കോ അല്ലെങ്കിൽ ഒരു വലിയ ടൊർണാഡോ ഒന്നും വരാത്തടത്തോളം കാലം ഒരു ബോഡി എന്താണ്? ഒരു ഫിക്സഡ് പൊസിഷൻ ഇരിക്കുന്നത്, അത് അവിടെ തന്നെ ഇരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യാത്തടത്തോളം കാലം. അപ്പോൾ ഒരു ബോഡി റെസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ്? അത് ആ ഒരു സ്റ്റേറ്റിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ദെൻ അടുത്തൊരു കേസ്, ഒരു ബോഡി ഇപ്പോൾ സപ്പോസ് ഫ്രിക്ഷൻ ഇല്ലായിരുന്നു. ഓക്കെ, സ്പേസിൽ നിങ്ങൾക്ക് ഒരു കേസ് അറിയാം. സ്പേസിൽ ഒരു വസ്തുവിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു, അതായിരിക്കും മൂവ് ചെയ്ത ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ല. ക്ലിയർ. അപ്പോൾ ഒരു ഫ്രിക്ഷൻ ഇല്ല, ഞാൻ ഒരു ബോളിനെ ഒന്ന് ഉരുട്ടി വിടും, ആ ബോൾ എന്ത് ചെയ്യും? ഉരുണ്ടുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പോൾ ഏതൊരു ബോഡിക്കാണോ അത് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. നിങ്ങളിപ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങി എണീക്കാൻ നിങ്ങൾക്ക് ഭയങ്കര മടിയാണ്. ആ കിടക്കുന്ന അവിടെ തന്നെ കിടക്കാനാണ്. നിങ്ങൾ ആരും ഒന്നും വിളിച്ചില്ലെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് അമ്മയോ അച്ഛനോ തട്ടി വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും എഴുന്നേക്കാൻ താല്പര്യപ്പെടുത്തില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു അടിയോ വഴക്കോ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്കി എത്രത്തോളം കാലം നിങ്ങൾ ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ ബോഡീസും അത് തന്നെയാണ്. എല്ലാ ബോഡിയും ആ ലേസിനെസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബോഡിയും അവയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എന്താണ്? ഇൻഹെറന്റ് പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഇനേർഷ്യ എന്ന് വിളിക്കും. വി കോൾ ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ബോഡി is inertia. The property of a body to continue its state of rest or uniform motion is what we call the inertia of a body. ആ ബോഡിയിൽ എന്ത് പറയും? ഇനേർഷ്യ എന്ന് പറയും. സോ ആ ഇനേർഷ്യ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞത്? ഫോഴ്സ് വേണമെന്നാണ് പറഞ്ഞത് അല്ലെ? ഫോഴ്സ് വന്നെങ്കിൽ മാത്രമേ എന്ത് ഒരു ബോഡി റെസ്റ്റ് ഇരിക്കുന്നതിന് മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. മോഷനിലിരിക്കുന്ന ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആര് വേണം? ഫോഴ്സ് വേണം. ഇത് തന്നെയാണ് ആരും പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അതാണ്. Every body continues its state of rest or uniform motion until it is compelled by an unbalanced external force. എന്താണ് unbalanced external force? ആ ടേം ശ്രദ്ധിക്കണം. unbalanced external force. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, മറ്റേ ഒരു ബോഡിയിലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് എന്താണ്? ഒരു ബാലൻസ് ഫോഴ്സ് ആണ്. ഇവിടത്തെ കേസ് അറിയാം. ഒരു ബോഡിയെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഇരിക്കുന്നത്, ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ റെസ്റ്റിലാണ്. ഇതിന്റെ വെയിറ്റും ഇതിന്റെ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ബാലൻസ്ഡ് ആണ്. അത് ക്യാൻസൽഡ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് അത് അവിടെ ആ പർട്ടിക്കുലർ പൊസിഷൻ റെസ്റ്റിൽ തന്നെ നിൽക്കുന്നത്. സോ ദ ഫോഴ്സ് ആക്ടിങ് എക്സ്റ്റേണലി ഷുഡ് ബി ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. എന്തായിരിക്കണം? അൺബാലൻസ്. അതായത് ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡുകളെക്കാൾ കൂടിയ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ ഒരു ഫോഴ്സ് ആയിരിക്കണം ആ ബോഡിയിൽ ആക്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ until it is compelled by an unbalanced external force. എന്താണ്? ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തടത്തോളം കാലം അതെന്ത് ചെയ്യും? അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യും. എപ്പോഴാണ് ചെയ്യുന്നത്? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത്തരത്തിൽ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷനെ ആ ബോഡി കണ്ടിന്യൂ എന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയും. വി കോൾ ഇനേർഷ്യ ഓഫ് ദ ബോഡി വിച്ച് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി വിച്ച് ഈസ് ഇനേർഷ്യ. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഓർഡർ സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നോട്ട്ബുക്കിൽ എഴുതുന്നില്ല, ബോർഡിൽ എഴുതി സമയം കളയുന്നില്ല. ഞാൻ ഈ ഇനേർഷ്യ തന്നെ പലതരത്തിലുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ. ഇപ്പൊ അതായത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറിയിരിക്കുന്നു, ഒരു ബസ് ഒരു പർട്ടിക്കുലർ സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുന്നു. ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പുറകിലേക്കായി. കാര്യം എന്താണ്? നിങ്ങളുടെ ബോഡി എന്താണ്? റെസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ് ആണ്. പെട്ടെന്ന് മോഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബോഡി അതിനോട് പൊരുത്തപ്പെടുന്നില്ല, ആ എക്സ്റ്റേണൽ ഫോഴ്സിനോട് പൊരുത്തപ്പെടാതെ ഈ ബോഡി കണ്ടിന്യൂസ് എന്താണ്? ആ റെസ്റ്റ് എന്നുള്ള സ്റ്റേറ്റിന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആക്ച്വൽ പൊസിഷൻ എവിടെയായിരുന്നു അങ്ങോട്ടേക്ക് ടെൻഡ് ചെയ്യാൻ, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ബോഡി താല്പര്യപ്പെടുന്നത്, നിങ്ങൾ പുറകിലേക്കായിരുന്നു.
ഇത് inertia of restന്റെ ഒരു എക്സാമ്പിൾ ആണ്. Then inertia of motion, ഇത് തന്നെ ഈ ബസ് യാത്രയിൽ തന്നെ നിങ്ങൾക്ക് inertia of motionനെ പറ്റി പറയാം. നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബസ് പെട്ടെന്ന് സൺ ബ്രേക്ക് ഇടുമ്പോഴെന്താണ് നിങ്ങളുടെ ബോഡി മുന്നിലേക്ക് മൂവ് ചെയ്യും. ബിക്കോസ് എന്താണ്, ആ മോഷൻ എന്ന് പറഞ്ഞ ബോഡിയിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ ബോഡിയിൽ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബോഡി എന്താണ്, ആ ബസ് റെസ്റ്റിലേക്ക് എത്തിയാൽ നിങ്ങളുടെ അപ്പർ ബോഡി എന്താണ്, ആ മോഷൻ ഇനർഷ്യ കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ്സ് വൈ യു ഓൾവേസ് ടെൻഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ വെൻ ബസ് സഡൻലി സ്റ്റോപ്സ്. ബസ് അല്ലെങ്കിൽ വാഹനം ഏതൊരു വെഹിക്കിൾ ആയിക്കോട്ടെ സഡൻലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് മുന്നേ കായാനുള്ള കാര്യം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങളുടെ എന്താണ് ഒരു കാർപ്പറ്റ്, നിങ്ങളുടെ ഒരു എന്താണ് റെസ്റ്റില്, ഇനർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർപ്പറ്റില്, നിങ്ങളുടെ വീടുകളിലെ കാർപ്പറ്റ് അല്ലെങ്കിൽ മാറ്റിലെ എന്താണ് ഡസ്റ്റ് നിങ്ങൾ കളയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും, ഒരു വെർട്ടിക്കലായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ആഞ്ഞടിക്കുമ്പോൾ എന്താണ് ഈ കാർപ്പറ്റ് മൂവ് ചെയ്യും. കാർപ്പറ്റിലിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്താണ്, അവ റെസ്റ്റ് ആൻഡ് സ്റ്റേബിൾ പൊസിഷനിൽ ഇരിക്കാൻ താല്പര്യം. ഇത് കാർപ്പറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇത് എന്താണ് ഇനർഷ്യ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇവ എന്ത് ചെയ്യും, വെർട്ടിക്കലി താഴേക്ക് പറയും. അങ്ങനെ നിങ്ങൾ പല ആപ്ലിക്കേഷൻസ് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇപ്പം ക്യാരം സ്ട്രൈക്കറിന്റെ കേസിൽ എടുക്കുമ്പോൾ കുറെ ഹോൾഡ് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് സ്ട്രൈക്കർ ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലുള്ള അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും, ബാക്കിയുള്ള മൂവ് ചെയ്യും. ഒരു എന്താണ് ഒരു ഗ്ലാസ് ടെംപ്ലറിന്റെ മുകളിൽ നിങ്ങൾ ഒരു പേപ്പർ ഇട്ട് അതിന് മുകളിൽ കോയിൻ പ്ലേസ് ചെയ്ത് പെട്ടെന്ന് വളരെ വേഗത്തിൽ നിങ്ങൾ എന്താണ് ആ പേപ്പർ റിമൂവ് ചെയ്താൽ കോയിൻ വരത്തില്ല, കോയിൻ നേരെ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഗ്ലാസിനകത്ത് വരത്തുള്ളൂ. ഇതൊക്കെ എല്ലാം എന്താണ്, ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി ഇനർഷ്യ ഓഫ് മോഷൻ ഞാൻ പറഞ്ഞു, സൈക്ലിസ്റ്റ് എന്താണ് നമ്മൾ പെട്ടെന്ന് ഒരു വാഹനത്തിൽ നമ്മൾ ബ്രേക്ക് ഇട്ടാൽ ഉടനെ വാഹനം നിൽക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മുന്നിലേക്ക് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ എല്ലാം എന്താണ് നമുക്ക് എന്താണ് ഇനർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്. ഇനി ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ബസ്സിലേക്ക് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ പെട്ടെന്നൊരു കർവ്, പെട്ടെന്നൊരു വളവ് വളയ്ക്കുമ്പോൾ ആ ഡയറക്ഷൻ, കർവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ബോഡി. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് വാഹനം വളച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നതാണ് അതിന്റെ നേരെ എതിർ ദിശയിലേക്ക് ബോഡി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ആർ ദ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ദിസ് ആർ ദ ഫാക്ട്സ് റിലേറ്റഡ് ടു ഇനർഷ്യ. അതിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. So what is first law? Every body continues its state of rest or uniform motion until it is compelled by an unbalanced residual force. This is the first law of Newton, law of motion. ഇനി സെക്കൻഡ് വൺ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ ഫോഴ്സിന്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ ഫോഴ്സിനെ നമുക്കൊരു സർട്ടൻ ഒരു എക്സ്പ്രഷൻ വെച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്രഷൻ എന്താണ്, അതിന്റെ ഡെറിവേഷൻ എന്താണെന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. ആ സെക്കൻഡ് ലോയെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അണ്ടിൽ ദെൻ നിങ്ങൾ ഇത്രയും പോർഷൻസ് ഒന്ന് വായിക്കുക ടെക്സ്റ്റ് ബുക്കിൽ. എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. സോ see you in the next class. So everybody stay home, stay safe, bye.